മഴ തോരും മുമ്പയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രോഹിത്തും അതുപോലെ തന്നെ ഹരിശങ്കറും ലോട്ടറി അടിച്ച സന്തോഷത്തിലാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. അതിനു മുന്നേ തന്നെ വീട്ടിൽ ബബീരെ കയ്യിൽ കൃഷ്ണമോള് ആ ക്യാപ്സൂൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മയക്കുമരുന്ന് അങ്ങനെയുള്ള ടാബ്ലറ്റ് ആണല്ലോ എന്ന് പറയുന്നുണ്ട്. അത് വൈജയന്തിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രോഹിത്ത് വരാണ്. രോഹിത്തിൻ്റെ സംശയത്തോടെ ഇങ്ങനെ വൈജയന്തി നോക്കുന്നുണ്ടെങ്കിലും കൂടി അത് വേറെ കാര്യങ്ങളൊന്നും പറയാണ്ട് അകത്തേക്ക് കയറിപ്പോകും. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, രോഹിയേട്ടൻ ഇന്ന് വീട്ടിലേക്ക് വന്നിരുന്നോ, ക്ലാസ് കട്ട് ചെയ്തെന്ന് പറയും. അപ്പോൾ ദേഷ്യത്തോടെ നോക്കിയിട്ട് ഇല്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോവും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ മനു പറയുന്നുണ്ട്, ജനലിന് വീഴണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പരിക്ക് കലീനയുടെ ശരീരത്തിൽ കാണണ്ട ഞങ്ങളെ, ഇതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നീ പറഞ്ഞു വരുന്നത് എന്താ, അവൾക്ക് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും. സാരമില്ല, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് മനു വിഷയം മാറ്റും. പക്ഷേ ഡോക്ടർ സംശയം പറയുന്നുണ്ട്, മയക്കുമരുന്ന് പോലുള്ള എന്തോ ഒരു സംഭവം ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്തായാലും മനുവിന് സംശയം ഉണ്ട്. അതേ സംശയം തന്നെ നമ്മുടെ ബാലചന്ദ്രനുണ്ടാവും. പിന്നീട് ബാലചന്ദ്രൻ വീട്ടിൽ ചെന്നിട്ട് നേരെ രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നു. വാതിൽ തുറന്ന് രോഹിത്തിനെ കാണുമ്പോൾ ബാലചന്ദ്രൻ ഞെട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് തന്നെ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. സംഭവിച്ചതൊക്കെ എന്താണെന്ന് അയാൾക്ക് ഊഹിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ മുന്നിൽ ആകെ പതറി നിൽക്കുന്ന രോഹിത്തിനെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.